So hi all, welcome back to the Atomic Literature. I hope you all are doing well. And today we are going to discuss a work, A Kitchen in the Corner of the House, which is written by C.S. Lakshmi. And this particular story is a part of the paper Literatures of India. So C.S. Lakshmi, before moving on to this story, we will have a quick insight of the writer C.S. Lakshmi. So C.S. Lakshmi എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഫെമിനിസ്റ്റ് റൈറ്ററാണ്, ഒരു വിമൻസ് സ്റ്റഡീസിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് റിസർച്ചർ കൂടിയാണ്. ആൻഡ് ഷീ റൈറ്റ്സ് അണ്ടർ ദി സ്യൂഡോണിം അംബായ്. അപ്പം അവരുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഷി വാസ് തമിലിയൻ, അല്ല പിന്നെ ശേഷം ഗ്രൂ അപ്പ് ഇൻ മുംബൈ. അങ്ങനെ അതിനുശേഷം ഷി വാസ് ഇൻ ടു എന്താണ് കോളേജ്, ഷി വാസ് എ സ്കൂൾ ടീച്ചർ, കോളേജ് ലെക്ചർ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അവരുടെ പബ്ലിഷ്ഡ് അവരുടെ റൈറ്റിംഗ് കരിയർ പറയുകയാണെങ്കിൽ ഷീ പബ്ലിഷ്ഡ് ഹർ ഫസ്റ്റ് വർക്ക് നന്ദി മലയച്ചരലിലെ, വിച്ച് മീൻസ് അറ്റ് നന്ദി ഹിൽസ്. ഓക്കെ, അതൊരു ടീനേജറായിട്ട് എഴുതിയതായിരുന്നു. പിന്നെ എന്താണ് അന്തിമലൈ ട്വിലൈറ്റ് എന്ന് പറയുന്നത്, സിറകുകൾ മുറിയും, അതായത് വിങ്സ് വിൽ ബി ബ്രോക്കൺ, അതൊക്കെയാണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയാവുന്നത്. And now we will move on to this work, A Kitchen in the Corner of the House. A Kitchen in the Corner of the House എന്ന് പറയുന്നതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അതിനകത്ത് ബേസിക് ഉള്ളൊരു സ്റ്റോറി ലൈൻ അല്ല എന്ന് പറയുന്നത് തന്നെ പേട്രിയാർക്കി എന്തൊക്കെയാണ് ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു കിച്ചണിൽ, ഹൗ പേട്രിയാർക്കി എൻഷോഴ്സ് ദാറ്റ് ദ കിച്ചൺ ആൻഡ് ഇറ്റ്സ് പെരിഫറീസ് ഗ്ലോറിഫൈഡ് ബിഫോർ വിമൻ. അതായത് സ്ത്രീകൾക്ക് ആ കിച്ചണിൻ്റെ 4 ചുമരിൽ നിന്നാൽ പോലും ആ ഒരു റെസ്ട്രിക്ഷൻ ഫീൽ കിട്ടാത്ത ഒരു വിധം ഒരു ഗ്ലോറിഫിക്കേഷൻ ആണ് എന്നുള്ള രീതിയിലാണ് കിച്ചണിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ദ കിച്ചൺ ഹാസ് ബീൻ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി വിമൻസ് ലൈഫ്. അതായത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവിടെ കിച്ചൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ വേർഡ് വിമൻ. അതങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൺസ്ട്രക്ഷൻ, നല്ലൊരു സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു വളരെ വലിയൊരു ഫാമിലിയാണ്. ഇറ്റ് ഈസ് എ ബിഗ് ഫാമിലി, രാജസ്ഥാനി ഫാമിലിയാണ്, വിത്ത് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് ദാറ്റ് ലീവ്സ് ഇൻ അജ്മർ. അവിടെ പാപ്പാജി ഉണ്ട്, ഹു ഇസ് എ ഹെഡ് ഓഫ് ദി ഫാമിലി ദ പാട്രിയാർക്ക്, അതായത് ഗൃഹനാഥൻ എന്ന് പറയാം, ഹു ലീവ്സ് വിത്ത് ഹിസ് സ്റ്റെപ്പ് മദർ ബാരി ജിജി, അദ്ദേഹത്തിൻ്റെ വൈഫ് ജിജി, 3 ആൺകുട്ടികൾ ഗോപാൽ, കിഷാൻ ആൻഡ് സതീഷ്. അവരുടെ 3 ഭാര്യമാർ രാധ, മീനാക്ഷി ആൻഡ് കുസുമ. ഇതിൽ മീനാക്ഷിയുടെ ക്യാരക്ടറാണ് നമുക്കിതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി ഫാമിലി മെമ്പേഴ്സ് ആർ ഹാപ്പി വിത്ത് ദിസ് പാട്രിയാർക്കൽ വേ ഓഫ് ലിവിങ്. നമുക്ക് അവരത് എൻജോയ് ചെയ്യുന്ന തന്നെ കാണാം. സോ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി സ്റ്റോറി നമ്മൾ കാണാൻ സാധിക്കുന്നത് ആ ഒരു ബിഗ് ഹൗസിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് വിത്ത് മെനി റൂംസ് ആൻഡ് ഹൗ കിച്ചൺ ഹാസ് ബീൻ പ്ലേസ്ഡ് കെയർലെസ്ലി. അതൊരു വലിയ വീടാണ്, ഒരുപാട് കാശ് മുടക്കി അങ്ങനെ ഒരു വലിയ വീടും ഒരുപാട് റൂമുകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ നെഗ്ലക്റ്റഡ് കോർണർ. ആ ഒരു വീട്ടിലെ വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു കോർണറിലാണ് ആ വീട്ടിൽ കിച്ചൺ പ്ലേസ് ചെയ്തേക്കുന്നത്. ദ ഫാക്ട് ദാറ്റ് വുമൺ ആർ കൺസിഡേർഡ് ടു ബി ഹോൾഡിങ് എ പ്ലേസ് ഓഫ് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഡൊമസ്റ്റിക് ഹയറാർക്കി. അത് ആ ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ത്രീകളുടെയാണ്. അപ്പം ആ കിച്ചൺ എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ഒരു കോർണറിലാണ് ആ കിച്ചൺ പ്ലേസ് ചെയ്യുന്നത്, ഈവൻ ദോ ദാറ്റ് ഹൗസ് ഈസ് എ ബിഗ് ഹൗസ്. സോ ദാറ്റ് depicts the reality of the life or the women's role in the house. So the kitchen is situated in some dark corner of the house where women work like shadows. സ്ത്രീകൾ മറ്റേ ഷാഡോസ് പോലെയാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇറ്റ് സീംസ് ദാറ്റ് കിഷാൻസ് ഫാദർ, അതായത് പാപ്പാജി, ഒരു നല്ല ലാൻഡ് വാങ്ങിയിട്ട് ഒരു വലിയ വീടൊക്കെ അവിടെ പണിയുന്നു. അവിടെ റൈറ്റ് എൻഡിൽ കോർണർ വെക്കുന്നു, 2 വിൻഡോസ്, അണ്ടർനീത്ത് ദ ടാപ്പ് ഉണ്ട്, ബേസിൻ ഉണ്ട്, സിങ്ക്, അങ്ങനത്തെ കുറേ നമുക്കൊരു ബേസിക് ഇമേജ് ഓഫ് ദാറ്റ് കിച്ചൺ. സോ വിത്തിൻ 10 minutes ദർ വുഡ് ബി എ സ്മോൾ ഫ്ലഡ് അണ്ടർ ഫുഡ്. അതിനുശേഷം കിഷാൻ്റെ മദർ ആയിട്ടുള്ള കോൾഡ് ജിജി ബൈ എവ്രി വൺ വുഡ് പ്രസന്റ് എ സൂത്തിങ് ഓയിൻമെന്റ്. അതായത് ആ ഒരു ഫാമിലി ഒരു ട്രഡീഷണൽ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. And the very first day one entered the kitchen, cooked a meal and was given a traditional goal. അതായത് സ്ത്രീകൾ ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്നു, വിവാഹം ചെയ്തിട്ട് അടുക്കളയിൽ കയറുന്നു, ഒരു ഫുഡ്, ഒരു നല്ലൊരു മീല് കുക്ക് ചെയ്യുന്നു, അവർക്കൊരു സ്വർണ്ണ വള കൊടുക്കുന്നു. അതൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൻ ദ നോർത്ത് ഇന്ത്യൻ സൈഡിലും അതൊക്കെ വളരെ പ്രിവലൻ്റ് ആയിട്ട് കാണാമായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ഗ്രീൻ മൗണ്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, വേർ ദർ ഇസ് എ ഗണേശ ടെമ്പിൾ. അങ്ങനെ ഇവിടെ നല്ല മൗണ്ടൻ ഉണ്ടെങ്കിൽ പോലും
അവരുടെ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലം, ആ വിൻഡോയുടെ അവിടെ എല്ലാം ട്രൗസേഴ്സും ഷർട്ട്സും പൈജാമാസും ഒക്കെ കൂടെ വന്ന് ഈ ഒരു ബ്യൂട്ടി, ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂവിനെ എന്ത് ചെയ്യുവാണ്, മീൻസ് ഹൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവിടെ പറയുന്നുണ്ട് ദർ ഇസ് എ സ്മോൾ സ്റ്റൗ, അതിൻ്റെ അകത്ത് എപ്പോഴും ഒരു സ്റ്റൗവിൽ എപ്പോഴും വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ ടീ, ചായക്ക് വേണ്ടിയുള്ള വെള്ളം എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇൻ ബിറ്റ്വീൻ ആരെങ്കിലും ഇപ്പോൾ ആ വീട്ടിലൊന്ന് വന്നാൽ പോലും അവർക്ക് ചായ ഇട്ട് കൊടുക്കണം. അത് മാത്രമല്ല പാപ്പാജി, ഇവിടുത്തെ പറയുന്ന പാപ്പാജി അവരെല്ലാവരും ഫുഡ് കഴിക്കാണ്ട് വിടത്തില്ല. അപ്പം അത്രയും ആ ഒരു കിച്ചൺ ഭയങ്കര എൻഗേജ്ഡ് ആണ്, അത്രയും മറ്റേ ആക്റ്റീവ് ലൈവ് കിച്ചൺ ആണ് അവിടെ. So all the same, the actual details, the fact of kitchen and its space didn't seem to matter to them. അപ്പം അവിടുത്തെ സ്ത്രീകൾക്ക് ആ ഒരു കിച്ചണിന്റെ കണ്ടീഷൻ ഒന്നും ഒരു മാറ്റർ ചെയ്യുന്ന കാര്യമില്ല. ഈവൻ ഫോർ രാധ, ഫോർ കുസുമ ഓർ ഫോർ ജിജി, അവർക്ക് ആർക്കും അതിന് പ്രശ്നമേ അല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ, കാരണം ആ ഒരു കിച്ചണിൽ അത്രയും ഡാർക്ക് ഒരു കോർണറിലാണ് ഒരു ബൾബ്, 0 watt ബൾബാണ് അവിടെ തൂക്കിയിട്ടേക്കുന്നത്. അവിടെ നിൽക്കുന്ന സ്ത്രീകൾ ഷാഡോസ് ആണ്, അവരുടെ ഹെഡെല്ലാം കവർ ചെയ്തിരിക്കുന്നു, ഡീപ്പ് കളേർഡ് സ്കേർട്ട്, പിന്നെ ചപ്പാത്തി ഡൗ, അതെല്ലാം സ്പൈസി ഡാലുണ്ടാക്കി. ഇതാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. നമുക്കൊന്നും വി കുഡ്ന്റ് ഈവൻ തിങ്ക് ഓഫ് ലീഡിങ് സച്ച് എ ലൈഫ്. ദാറ്റ് ഈസ് അനദർ റിയാലിറ്റി. അപ്പം അവരങ്ങനെയാണ് അവരുടെ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കിച്ചൻ്റെ കണ്ടീഷൻ ഇസ് നോട്ട് എ മാറ്റർ ടു ദം. On one occasion when they were eating, മീനാക്ഷി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മീനാക്ഷി ഈസ് ദ one of the daughter-in-law of that house. അപ്പം മീനാക്ഷി ചോദിക്കുകയാണ്, പാപ്പാജി why don't you extend the veranda outside the house? അപ്പോൾ പാപ്പാജി അവിടെ ഒരു റൂമോടെ പണിയുന്ന കാര്യം ചെയ്യുന്നവരാണ് മീനാക്ഷി ചോദിക്കുന്നത്, പാപ്പാജി എന്തുകൊണ്ട് നമ്മുടെ കിച്ചൻ്റെ വരാന്ത എക്സ്റ്റെൻഡ് ചെയ്തുകൂടാന്ന്. അവിടെ തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി. പാപ്പാജിക്ക് അതെന്താ അപമാനം പോലെയാണ് ഫീൽ ചെയ്തത്. അതെന്താന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അന്ന് വരെ ആ വീട്ടിൽ ഒരു സ്ത്രീകളും ഒരു കൈൻഡ് ഓഫ് ഒപ്പീനിയൻസും റേസ് ചെയ്യുന്നില്ല, ഒരു മരുമക്കളും ഒന്നും പറയുന്നില്ല. അപ്പം മീനാക്ഷിയാണ്, വന്ന പുതിയ മരുമകളാണ് ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. അപ്പം അത് എല്ലാവരും അയ്യോ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളൊരു ഫീലാണ് എല്ലാവർക്കും വരുന്നത്. സോ ഭാര്യജി നമ്മൾ ആദ്യമേ പറഞ്ഞു, ഷീ ഈസ് പാപ്പാജി സ്റ്റെപ്പ് മദർ. പാപ്പാജിക്ക് 17 വയസ്സുള്ളപ്പോൾ പാപ്പാജിയുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നതാണ് ഈ ലേഡി എന്ന് പറയുന്നത്. So the following years 5 daughters were born to her. Papaji had been mainstay and comfort. She was only Bari Gigi in name. കാരണം Bari Gigiയും between her and Gigi there was only a difference of 2 years എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു ഫുഡ് വോർ ആണ് നമ്മൾ അറിയുന്നത്. ദാറ്റ് പ്രോട്ടഗോണിസ്റ്റ് Gigi, Bari Gigi അവരെല്ലാവരും കൂടെ ഉള്ളത്. When grandfather was alive, Bari Gigi ruled absolutely and tyrannically. അവിടെ എന്താണ് ചപ്പാത്തി ഉണ്ടാക്കുന്നു, ഓനിയൻസ്, കിലോസ് ഓഫ് മീറ്റുകൾ, അതെല്ലാം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇൻസിഡൻസ് ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. ദാറ്റ് ഹൗ ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദാറ്റ് പീപ്പിൾ. ഫുഡ് പൊളിറ്റിക്സ് ആണ് കാണിക്കുന്നത്, പൊളിറ്റിക്സ് ഇൻ ഫുഡ്. പിന്നെ ഫോർ ദ ഡിംലി ലിറ്റ് നാരോ വിൻഡോഡ് കിച്ചൺ there were hands reaching out to control like the 8 tentacles of octopus which lives in the sea. ഇവിടെ നമുക്കറിയാം what should say, the women entered a world that was enclosed by wire on all 4 sides. And there proudly it was their kingdom. എപ്പോഴും പറയത്തില്ലേ, എൻ്റെ അടുക്കളയാണ്, എൻ്റെ അടുക്കള എന്ന് വെച്ചാൽ എൻ്റെ അധികാരത്തിൻ്റെ സ്ഥലം. ഹൗ ക്യാൻ ഇറ്റ് ബി ദാറ്റ് ഇറ്റ് ഈസ് യുവർ കിങ്ഡം? മീൻസ് അതൊക്കെ വളരെ വളരെ നമുക്ക് ഫണ്ണി ആയിട്ട് എടുക്കാവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ദേ മെയ്ഡ് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻസ്. ടുഡേ വി വിൽ ഹാവ് മട്ടൺ പുലാവ്. സോ ഇവിടെ സ്ത്രീകൾ പറയുന്നത് ദറ്റ് കിച്ചൺ ഈസ് മൈ കിങ്ഡം, ഇവിടെ എൻ്റെ അധികാരമാണ്, ഇവിടെ ഞാനാണ് രാജ്ഞി. അവിടെ ഇപ്പോൾ വളരെ എന്താണ് ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻസ് ഒക്കെയാണ് അവർ എടുക്കുന്നത്. കാരണം ഭൂമി കുലുങ്ങുന്ന അത്രയും പ്രാധാന്യമുള്ള ഡിസിഷൻസ് ആണ്. എന്താണ്, ഇന്ന് നമ്മൾ എന്തുണ്ടാക്കും, മട്ടൺ പുലാവ് വേണോ, നാളെ പൂരി മസാല ഉണ്ടാക്കുക, അതൊക്കെയാണ് അവരെ സംബന്ധിച്ചിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ. സോ ദാറ്റ് ഈസ് സച്ച് എൻ ഐറോണിക് സ്റ്റേറ്റ്മെന്റ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ദ പിക്നിക്, അതിനുശേഷം നമുക്കറിയാം അത് കാണുന്ന ഒരു പിക്നിക് ഈവനിങ് ആണ്. അവിടെ ഈ സ്ത്രീകൾ പലപ്പോഴും പിക്നിക് എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ദേ വേർ ദ ഓർഗനൈസേഴ്സ് എന്ന് പറഞ്ഞാൽ പോരാ, ബാക്ക് ബെയറിംഗ് വർക്കേഴ്സ്. അവരാണ് ഫുഡ് ഉണ്ടാക്കുന്നു, 100 പൂരി, പൊട്ടാറ്റോ, ടൊമാറ്റോ ചട്നി, പിന്നെ കുട്ടികൾക്കുള്ള കുടിക്കാനുള്ള പാല്, ഫ്ലാസ്ക്, എന്നിങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം നോക്കി നടത്തേണ്ടത് ഇറ്റ് ഇസ് ദ ലേഡീസ് ഇൻ ദ ഹൗസ്. അപ്പം ഇവിടെയും അങ്ങനെ തന്നെയാണ്. ദ സെയിം സിറ്റുവേഷൻ ഇസ് ഹിയർ ഓൾസോ. സോ ഇവിടെ രാധാ ബാബിജി വാസ് മട്ടറിങ് ടു ഹെർസെൽഫ്. രാധാ ബാബിജി എന്ന് പറയുന്നത് അതിലൊരു ഭാര്യയാണ്. ദാറ്റ് ദ ചിൽഡ്രൻ ഹാവ് ടു ബി ബാത്ത്. അതുകൊണ്ട് അവർ വെള്ളത്തിൽ അവർ നനയുമ്പോൾ അവർക്ക് ഇടാൻ കുറച്ച് പാൻറ് വേണം. പിന്നെ അപ്പുറത്തൊരാൾ എന്താണ്, കുട്ടികൾ എത്ര പേരുണ്ട്, അപ്പോൾ അവർക്ക് എത്ര മിൽക്ക് പൗഡർ വേണം.
അർച്ചനയുടെ ബേബിക്ക് ലാക്ടോജൻ വേണം. ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രിപ്പിനേക്കാളും കൂടുതൽ ഇതൊക്കെയാണ് അവരുടെ തലവേദന. ടു അറേഞ്ച് എവറിത്തിങ് ഫോർ ദ ട്രിപ്പ്, ഫോർ കംഫർട്ട് ജേർണി. അതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതും. കുസുമ ടേക്ക് ദാറ്റ് ബോട്ടിൽ ഓഫ് സോപ്പ് ടു വാഷ് ദ പ്ലേറ്റ്സ്. പിന്നെ ബാരിജി പ്ലീസ് സ്ലൈസ് 10 or 15 ഓണിയൻസ്. ഇവരെല്ലാവരും ഇങ്ങനെ ജോലിയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുശേഷം ബാബിജി ഇറ്റ്സ് ഓൺലി 6 o'clock, ദേ വിൽ ക്രൈ ഇഫ് ദേ ആർ വോക്കൺ അപ്പ്. അത് അങ്ങനത്തെ കൈൻഡ് ഓഫ് ബാത്തിങ് കാര്യങ്ങളൊക്കെ പറയുന്നു. വാട്ട്സ് ഓൾ ദാറ്റ് ഇൻ ദ കിച്ചൺ, റാക്കറ്റ് ഇൻ ദ കിച്ചൺ, യു ആർ നോട്ട് അലോയിങ് us to get any sleep, came a voice. Immediate silence. By the time 8 o'clock struck, all necks and underarms were raining sweat. Coolies were struck to bodies. Oil smoke irritated their eyes. Their eyelids were heavy from lack of sleep. Papaji peeped into the kitchen as soon as the trip to the lake was mentioned. The low toffee began to leap with enthusiasm. He laughed aloud. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഈവൻ അടുക്കളയിൽ നിന്ന് ഒരു ഒച്ച കേട്ടാൽ പോലും അവിടെ എന്താ സംഭവിക്കുന്നത്? മെൻ ഗെറ്റ് ഇറിറ്റേറ്റഡ്. ആ ഫാമിലിയുള്ളവർ ഇറിറ്റേറ്റഡ് ആവുകയാണ്. സോ അവരെന്താണ്, ഈ ഒരു രാത്രി ആയാൽ പോലും അവരുടെ കണ്ണിലെല്ലാം ഒരു പുകയടിക്കുന്നതിൻ്റെ വേദന, ഐലിഡ്സിലൊക്കെ ഉറക്കമില്ലാത്തതിൻ്റെ ഒരു ക്ഷീണം, അതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. And at that time, Meenakshi had found a few white spots on her hand which gave her some kind of discomfort. മീനാക്ഷിയുടെ കയ്യിലപ്പോൾ എന്തോ ഒരു വൈറ്റ് ആയിട്ടുള്ള സ്പോട്ട്സ്, പാടുകൾ കണ്ടിട്ട് മീനാക്ഷിക്ക് വളരെ ഡിസ്കംഫർട്ടബിൾ ആയി. Papaji introduced her to a skin specialist. This is Kishan's wife. She never stops roaming the town. She always has a book in her hand, a chatterbox. Examine her hands. സോ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മീനാക്ഷിയുടെ കയ്യിൽ ഒരു വൈറ്റ് സ്പോട്ട്സ് ഉണ്ടാകുമ്പം പാപ്പാജി മീനാക്ഷി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ പറയും, മീനാക്ഷി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദിസ് ഇസ് കിഷാൻസ് വൈഫ്, ഇത് കിഷാൻ്റെ ഭാര്യയാണ്. അപ്പം ഇവളുടെ കയ്യിൽ ഇവളെപ്പോഴും ടൗണിൽ കൂടെ നടക്കുവാണെങ്കിൽ കയ്യിൽ എപ്പോഴും ഒരു ബുക്കുണ്ട്, ഒരു ചാറ്റർ ബോക്സ്, വളരെ ഭയങ്കര സംസാരമാണ്, അവൾ എന്താണ് അവളെ കുഴപ്പമൊന്നും നോക്ക് എന്നാണ് പറയുന്നത്. സോ ദ എക്സ്പേർട്സ് അഡ്വൈസ്, ജസ്റ്റ് സ്റ്റേ അറ്റ് ഹോം, ബി ലൈക്ക് ദ അതർ വുമൺ, everything will come all right. If people live as they ought, why should anyone fall a prey to disease? Aha, said Papaji in admiration. അപ്പോൾ ഇവിടെ അവർ എക്സ്പേർട്ടിൻ്റെ ഒരു അഡ്വൈസ് എന്താണ്, വീട്ടിൽ തന്നെ ഇരിക്കും ബാക്കി സ്ത്രീകളെ പോലെ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പപ്പാജിക്ക് അത് കേട്ടപ്പോൾ അതാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പാപ്പാജിയുടെയും. സോ ബിഫോർ ദ ഫാമിലി കുഡ് കം റഷിംഗ് ടു ഹെർ, ദാറ്റ് ഈസ് Gigi's aid, her heavy body had fallen to the ground. She was streaming with sweat and was drenched in her own urine. I am going. My daughter-in-laws are all elsewhere. That wretched Bari Gigi will rule in the kitchen. Hey Bhagwan. So ഇവിടെ Gigi എന്താണ്, ജിജിക്ക് മറ്റേ സ്വെറ്റായിട്ട് സ്വന്തം യൂറിൻ ഡ്രെഞ്ച് ചെയ്ത് കിടക്കുന്ന ഒരു കണ്ടീഷൻ കാണാം. And they closed the door and removed Gigi's cloth. And her body was like a fruit that had passed its fully ruddy ripeness and now it's wilting. So upon the back of the wizened hands, the veins stood out. Heavy lines ran along these palms, and there were scars of childbirth on her lower abdomen, and on her necks were dark lines caused by heavy gold chains. അതൊക്കെ നമുക്കറിയാം, ഒരു ട്രഡീഷണൽ ഫാമിലിയിൽ വലിയ മാല ഇടുക, പിന്നെ അതൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു കൈൻഡ് ഓഫ് റിസൾട്ടുകൾ ആ ഒരു ജിജിയുടെ ദേഹത്ത് കാണാൻ സാധിക്കും. ആൻഡ് എ വൈറ്റ് പോളിഷ്ഡ് സ്കാർ ആസ് ഇഫ് ഷീ വെർ ഗോയിങ് ബാഡ് ഷോൺ അറ്റ് ദ ലോവർ എഡ്ജ് ഓഫ് എ സെൻട്രൽ പാർട്ടിംഗ് വെർ ദ ഗോൾഡ് ബാൻഡ് വിത്ത് ഇറ്റ്സ് ഹെവി പെൻഡന്റ് ഹാഡ് കോൺസ്റ്റന്റ്ലി പ്രസ്ഡ്. സോ എ ബോഡി ദാറ്റ് ലീവ്ഡ്, എ ബോഡി ദാറ്റ് ഹാഡ് എക്സ്പെൽഡ് യൂറിൻ, ഫേസസ്, ബ്ലഡ്, ചിൽഡ്രൻ, എ ബോഡി വിത്ത് സോ മെനി ഇംപ്രിൻറ്റ്സ്. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ബോഡി, ഒരു ശരീരം, എന്തിൻ്റെയൊക്കെയാണ് എന്താണ് ബ്ലഡ് അല്ലെങ്കിൽ ചിൽഡ്രൻ, ഇതിൻ്റെയൊക്കെ ഒരുപാട് ഇംപ്രിൻസ് ആ ബോഡിയിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇവന്. വി ഹാഡ് എ ബേബി, എ സൺ, ഈവൻ ബിഫോർ ഗോപാൽ, ഡിഡ് യു നോ ദാറ്റ്? അപ്പം ഇവനിങ്ങനെ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഗോപാലിന് മുന്നേ ഒരു മകൻ ഉണ്ടായിരുന്നു, എ സൺ. ഹി ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 1, ഒരു വയസ്സുള്ളപ്പോൾ മരിച്ചു, ഒരു പൂജ ഡേയിലാണ്. Everyone was in the kitchen. The baby had climbed the stairs. ആ കുഞ്ഞ് സ്റ്റെയർസിൽ കൂടെ വലിഞ്ഞു കയറിയിട്ടാണ് പാരപ്പറ്റിലൂടെ വീണ് മരിക്കുന്നത്. അങ്ങനെ 30 സ്റ്റെപ്സാണ് ആ മോൻ കയറുന്നത്. ആൻഡ് അവിടെ അവർ കേൾക്കുന്ന ഒരു ഹ്യൂജ് സ്ക്രീമാണ്. ഇറ്റ് സീം ടു നോ മീ ഇൻ എ പിറ്റ് ഓഫ് മൈ സ്റ്റൊമക്. ദ ബേസ് ഓഫ് ഹിസ് സ്കൾ വാസ് സ്പ്ലിറ്റ്. മീൻസ് തലയോട്ടി പൊട്ടിപ്പോകുന്നൊക്കെയാണ് പറയുന്നത്. After all the men returned, I fried. Meena, are you listening? I fried the rest of the puris.
Meenakshi stroked Gigi's forehead. ഇവിടെ പറയുന്നത് എന്താണ്, അവിടുന്ന് ആണുങ്ങളെല്ലാം തിരിച്ചു വന്നപ്പോൾ ഞാൻ ബാക്കിയുള്ള പൂരി ഉണ്ടാക്കി, ഐ ഫ്രൈഡ് ദ റെസ്റ്റ് ഓഫ് ദി പൂരീസ് എന്നാണ് പറയുന്നത്. So Meenakshi bent low to those withered earlobes wearing flower-shaped ear studs covered in pearls and brightly colored gemstones. They were alone, Gigi and she. Alone as Mahavishnu on his serpent bird floating in the... അതായത് മഹാവിഷ്ണു നമ്മുടെ അനന്തശയനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു രീതിയിലുള്ളൊരു alone ആയിട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. So in the darkened room, there was a feeling like that of the cutting of an umbilical cord. We cannot be certain whether this conversation was actually started by her or whether it had happened on its own. So then it is not even certain whether that conversation was between the two of them alone. എന്ന് നമുക്കറിയില്ല. Gigi, no strength comes to you from that kitchen, nor from that necklace, nor bangle, nor headband, nor forehead jewel. Authority cannot come to you from these things. That authority is Papaji. From all that, be free, be free, be free. But if I free myself, then what is left? You alone having renounced your jewel, your children and Papaji, yourself cut free. Just Dulari Bai alone. And from that, strength, authority. അപ്പോൾ ഇവിടെ ഉപദേശങ്ങളാണ്, അതായത് ഈ പപ്പാജിയാണ് ഇവിടുത്തെ അതോറിറ്റി. ബ്രേക്ക് ദാറ്റ് അതോറിറ്റി, എന്നിട്ട് ഫ്രീ ആവുക. ജസ്റ്റ് ബി യുവർ സെൽഫ്, ജസ്റ്റ് ബി യുവർ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയുകയാണ്. How could you think of that? Your strength came from food that was given in the appropriate measure and jewelry that weighs down ears and neck and forehead. Sink deeper still. When you touch bottom, you will reach the universal water. You will connect yourself with the world that surrounds you. Your womb and your breast will fall away from you. The smell of cooking will vanish away. The sparkle of jewelry will disappear. And there will be you. Not trapped nor diminished by gender, but freed. So touch the waters, Gigi, and rise and rise and rise. Gigi turned, searched for and held fast to Meenakshi's hand. അപ്പോൾ മീനാക്ഷിയാണ് ഈ പറയുന്നത് ജിജിയോട്, ജിജി പ്ലീസ് ബി ഫ്രീ. കാരണം ഈ ജ്വല്ലറിയും ഈ കിച്ചണും ഒന്നുമല്ല, ഈ കിച്ചണിൽ ജിജി ഉണ്ടാക്കിയ ഫുഡിൻ്റെ സ്മെല്ലല്ല ലാസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ ജിജി എന്താണ്, ജിജിയുടെ ബ്രസ്റ്റ് ആയിക്കോട്ടെ വൂമ്പായിക്കോട്ടെ എല്ലാം വിൽ ബി ഫോളിങ് അപ്പാർട്ട്. ഈ ജ്വല്ലറിയുടെ സ്പാർക്കിൽ ആ ഒരു തിളക്കം പോലെ നഷ്ടപ്പെടും. അവിടെ ജെൻഡർ ഇല്ല, ഒന്നുമില്ല, അവിടെ ജിജി മാത്രമേ ഉള്ളൂ. സോ ബി ഫ്രീ എന്നുള്ള രീതിയിലാണ് നമ്മുടെ മീനാക്ഷി അവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ആ ഒരു സ്റ്റോറി തീരുന്നത്. ആൻഡ് ജിജി ഈസ് ടേണിങ് ആൻഡ് ഫാസ്റ്റ്ലി ഹെൽഡിങ് ദ ഹാൻഡ്സ് ഓഫ് മീനാക്ഷി എന്നാണ് കാണുന്നത്. ഇവിടെ നമുക്കൊരു കിച്ചൻ്റെ ഒരു സ്പാറ്റിയാലിറ്റി കാണാം, അതായത് സ്പേഷ്യാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പേഷ്യാലിറ്റി ഓഫ് കിച്ചൺ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു ഹൗസ്, ബിഗ് ഹൗസിലുള്ളൊരു കോർണറിലുള്ളൊരു കിച്ചൺ. പക്ഷേ അത് അവർക്കൊരു പ്രശ്നമേ അല്ല. ദാറ്റ് വിമൻ എന്ന് പറയുന്നത് അവർക്ക് ദാറ്റ് ഡസൻറ്റ് മാറ്റർ ഈവൻ ദ കിച്ചൺ ഈസ് സ്മോൾ ഓർ ഈവൻ ദ കിച്ചൺ ഈസ് ഡാർക്കർ. അതൊന്നും അവരെ മാറ്റർ ചെയ്യുന്നില്ല. ദ സ്പേസ് ഓഫ് ദി കിച്ചൺ ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് നോട്ട് ജസ്റ്റ് വിമൻസ് ഫിസിക്കൽ കൺഫൈൻമെൻറ്റ് ആൻഡ് ഡിസ്കംഫർട്ട് but also of the psychological deprivation that they are deliberately subjected to. Psychologically അവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. Then the family has been portrayed as being a great lover of food. അതായത് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ്, ഈവൻ പിക്നിക്കിൽ പോലും ആ ഒരു ഫുഡിൻ്റെ റോള് ഭയങ്കര, ഫുഡ് എന്ന് പറയുന്നത് സ്ത്രീകളെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ, അതാണ് റിയാലിറ്റി. The kitchen is dimly lit and the darkness of the kitchen merges with the dark colored clothes of the women. സോ അമ്പായി ഈ ഒരു ഡാർക്ക്നെസ് കൊടുക്കുന്ന എന്തിനാണ്? ഇസ് ടു സജസ്റ്റ് നോട്ട് ജസ്റ്റ് ലിറ്ററൽ ലാക്ക് ഓഫ് ലൈറ്റ് ബട്ട് ഓൾസോ ദ ഡാർക്ക്നെസ് ദറ്റ് എൻഗൾഫ് ദ വെരി ബീയിങ്സ് ഓഫ് വുമൺ. അതായത് കിച്ചണിൽ ലൈറ്റ് ഇടണം എന്ന് വേണ്ടിയല്ല അമ്പായി ഇത് പറയുന്നത്, അല്ലെ ഇതിൻ്റെ ഓത്തർ ഇത് പറയുന്നത്. അത് സ്ത്രീകൾ അവരെ കൺഫൈൻ ചെയ്തിരിക്കുന്ന ഡാർക്ക്നെസ്സിലൂടെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സിംബോളിക് ഇമ്പോർട്ടൻസ് ഓഫ് ദി കിച്ചൺ, അതും ഇതിൻ്റെ അകത്ത് മറ്റൊരു എന്താണ്, കിച്ചൺ ഈസ് എ പ്ലേസ് ദാറ്റ് ഹാസ് ബീൻ പോർട്രേഡ് ആസ് എ സിമ്പിൾ ഓഫ് ഫ്രീഡം, അതോറിറ്റി, അതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കൺഫൈൻമെൻറ്റ്, അതൊക്കെ. അതായത് ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് എന്താണ് ഇത് വലിയ സഫക്കേഷൻ ആയിരിക്കത്തില്ല, പക്ഷെ മറ്റു സെറ്റ് ഓഫ് ആളുകൾക്ക് ഇതൊരു കൺഫൈൻമെൻ്റ് ആണ്, ഒരു സബോർഡിനേഷൻ ആണ്, അതെല്ലാമാണ്. സോ ദ ഐഡിയ ഓഫ് കിച്ചൺ ബീങ് ദ കിങ്ഡം ഓഫ് വുമൻ ഹാസ് ബീൻ ഡീപ്ലി എൻട്രേൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ്, അതായത് ഭാര്യ ജിജിയെയും ജിജിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ദാറ്റ് കിച്ചണോ ഇതെൻ്റെ ലോകമാണ്, കിച്ചൺ ഈസ് മൈ കിങ്ഡം, ഇവിടെ ഞാനാണ് ഭരിക്കുന്നത്, അതാണ് അവരെ സംബന്ധിച്ചുള്ളത്. പക്ഷേ നമ്മുടെ യങ്ങർ ജനറേഷനെ സംബന്ധിച്ചുള്ള മീനാക്ഷിക്കൊക്കെ അതൊരു കൺഫൈൻമെൻ്റ് ആണ്.
കാരണം മീനാക്ഷി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു, മീനാക്ഷിക്ക് ഫ്രീഡം വേണം, അതെല്ലാം സീക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നിടത്താണ് മീനാക്ഷിക്ക് ഈ ഒരു കൺഫൈൻമെന്റ് കിട്ടുന്നത്. സോ ഷീ കോണ്ട് അക്സെപ്റ്റ് ദാറ്റ് റിയാലിറ്റി, അല്ലെങ്കിൽ ഷീ കോണ്ട് അക്സെപ്റ്റ് ദാറ്റ് കൺട്രോൾ, അൺനെസസറി കൺട്രോൾ ഓവർ ദി കിച്ചൺ. ദെൻ വി ക്യാൻ സീ ദ പൊളിറ്റിക്സ് ഓഫ് ഫുഡ്, അതായത് ഫുഡിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അവിടെ ഫാമിലി ഫീസ്റ്റ് എങ്ങനെയാണ്, ഇപ്പോൾ അവിടുത്തെ പപ്പാജി ആരെങ്കിലും വന്നാൽ പോലും കഴിപ്പിക്കാതെ വിടൂല. കാരണം ആ ഫുഡ് എന്നുള്ള രീതിയിൽ എന്താണ് ഒരു സെൽഫ് ഇമേജ്, അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് ഓഫ് ദി ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ടു എന്റർടൈൻ ഗസ്റ്റ് വിത്ത്, അതായത് വരുന്ന അതിഥികൾക്ക് ആഹാരവും ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ആക്ട് എന്നുള്ള രീതിയിലാണ് ആ സൊസൈറ്റിയിൽ കണ്ടിരുന്നത്. ആൻഡ് വി ക്യാൻ ഓൾസോ സീ ദ എൻഡ്ലെസ് വെറൈറ്റീസ് ഓഫ് സ്നാക്സ്. ഈ ഒരു സ്ത്രീകൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈവൻ ഫോർ ഫാമിലി പിക്നിക്, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം ഉണ്ടാക്കുന്നു. അവർക്ക് ഉറക്കം പോലും ഇല്ലാണ്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. പക്ഷെ മറ്റ് പാപ്പാജിക്കും അതർ മെന്നിനും ഒക്കെ ഈ ഒരു എഫേർട്സ് എല്ലാം വളരെ ഇൻകോൺസിക്വൻഷ്യൽ ആണ്, വളരെ ഇമ്മീറ്റീരിയൽ ആണ്, വളരെ ഈസിയാന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. ഫുഡ് ഹാസ് അനദർ ആസ്പെക്ട് അറ്റാച്ച്ഡ് ടു ഇറ്റ്. വെൻ ബാരിജി's husband dies, she has given up her sindoor, better leaves, colored clothes as well as drinking spirits and meat. അതായത് ബാരിജിയുടെ ഭർത്താവ് മരിക്കുമ്പോഴ് ബാരിജിജി സിന്ദൂർ ഇടത്തില്ല, കളേർഡ് ആയിട്ടുള്ള ക്ലോത്ത്സുകൾ ഉപേക്ഷിച്ചു. മീൻസ് നമ്മൾ പറയത്തില്ല മറ്റേ വൈറ്റ് സാരീസ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രിഫർ ചെയ്തു. അതിനൊപ്പം തന്നെ സ്പിരിറ്റ്സ് ഒക്കെ കുടിക്കുന്നതും മീറ്റ് കഴിക്കുന്നത് പോലും നിർത്തി. അപ്പം അങ്ങനത്തെ രീതിയിൽ പോലും ഫുഡ് ഇവരുമായിട്ട് അറ്റാച്ച്ഡ് ആണെന്നുള്ളതാണ്. അങ്ങനെ ഫുള്ളി വെജിറ്റേറിയൻ ആയി, പൊട്ടറ്റോസ് കഴിക്കാൻ തുടങ്ങി. ദാറ്റ് ഫുഡ് ബിക്കംസ് എ വെപ്പൺ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സൊസൈറ്റി ഇൻ ജനറൽ ആൻഡ് ഓഫ് ജിജി ഇൻ പർട്ടിക്കുലർ ടു എക്സസൈസ് പവർ ഓവർ ബാരി ജിജി എന്നാണ് പറയുന്നത്. സോ വേർ ആർ ദ മെൻ? അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ മെൻ എന്ത് ചെയ്യുന്നത്? പക്ഷേ ദാറ്റ് ഈസ് അനദർ കൈൻഡ് ഓഫ് ഫൺ റിയാലിറ്റി ദാറ്റ് ഇവിടെ ശരിയാണ്, സ്ത്രീകളുടെ കാര്യങ്ങളാണല്ലോ, സ്ത്രീകളെ കുറിച്ചാണ് ഈ ഒരു വർക്കിൽ കൂടുതൽ പറയുന്നെങ്കിൽ പോലും ഇവിടെ ശരിക്കും ഈ സ്ത്രീകളുടെ മുകളിൽ, ഈ ഒരു ഭാര്യമാരുടെ മുകളിൽ കൺട്രോൾ ആർക്കായിരുന്നു, അല്ലെ ആർക്കാണ്? ഇറ്റ് ഈസ് ദ മെൻ. ഫിസിക്കലി അവർ ഈ ഒരു സ്റ്റോറിക്കകത്ത് വളരെ പ്രസന്റ് ആയിരിക്കില്ല, പക്ഷേ ഈ സ്ത്രീകളുടെ ലൈഫിലെല്ലാം തന്നെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ പുരുഷന്മാരാണ്. ഈ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പുരുഷന്മാരാണ്. ആൻഡ് ദ ഐറണി ഈസ് ദാറ്റ് വുമൺ എൻജോയ് ദീസ് പോയിന്റ്സ്. സ്ത്രീകൾ അതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു റിയാലിറ്റി, അത് മറ്റൊരു ഐറണി എന്ന് പറയുന്നത്. സോ ദ സക്സസ് ഓഫ് ദി പാട്രിയാർക്കി ലൈസ് ഇൻ ദാറ്റ്. അതായത് ഒരു പാട്രിയാർക്കിയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അതെന്താണ് വളരെ ഹാപ്പി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വളരെ കഷ്ടമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം. So the men have created a small world for women, the world of domesticity, fenced it with wires and have made them rule there എന്നാണ് പറയുന്നത്. സോ അതാണ് ആ ഒരു അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പിക്നിക്കിലാണെങ്കിൽ പോലും women were taking care of children, they were cooking food, they have prepared food, പിന്നെ the mountains or the birds and the temples that are not even available to these women. അപ്പം അത്രയും അവരുടെ ലൈഫ് ദേ ഏൺ ബട്ട് നോട്ട് ടു പ്രൊട്ടസ്റ്റ്. ഈവൻ ദ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രാധ കുസുമ പോലും അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം. സോ നൗ വി വിൽ സം അപ്പ് ദിസ് ഹോൾ വർക്ക്. Then this work Ambai focuses on women's life with the 4 walls of household. പിന്നെ ജെൻഡർ സ്പെസിഫിക് റോൾസ് ആണ്, ജെൻഡർ ഡിഫൈൻ ചെയ്യുന്ന റോൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ the story is an exposition of the separate gender roles and the space, the practice of power that is being how men is practicing that power over women അത് പറയുന്നുണ്ട്. And Kusuma, the role of Gigi and Bariji expose the conspiracy of patriarchy where they make women believe that അത് അവരുടെ കിങ്ഡം ആണ്, അത് അവരുടെ കിങ്ഡം ഭരിക്കുന്ന ക്യൂൻസ് ആണെന്നുള്ളത്. പക്ഷേ കുസുമ, രാധ, ബാബിജി, മീനാക്ഷി ഈ ഒരു അതോറിറ്റി ബിലീവ് ചെയ്യുന്നില്ല. ആൻഡ് ദേ വാണ്ട് ആൻ ഐഡന്റിറ്റി ഔട്ട്സൈഡ് ദ കിച്ചൺ. ആൻഡ് ദ സ്റ്റോറി ഫൈനലി എൻഡ്സ് അപ്പ് ഓൺ എ നോട്ട് ഓഫ് ഹോപ്പ് ആൻഡ് വിത്ത് എ മെസ്സേജ് ടു ദ വിമൻ ഓഫ് ദ വേൾഡ്. ദ കിച്ചൺ ഈസ് നോട്ട് എ കിങ്ഡം ടു ബി റൂൾഡ്. കിച്ചൺ ഈസ് നോട്ട് എ സ്പേസ് that can define the true identity of women, that women must find their real selves outside the kitchen. So this is all about the story that there is something outside this kitchen. So the writer Ambai is she is requesting the women to find their true real identity outside the kitchen. അപ്പം ഇതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ദാറ്റ് കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കിങ്ഡവും അല്ല, നമ്മൾ അവിടുത്തെ ക്യൂൻസ്, നമ്മളത് ഭരിക്കുന്ന ക്യൂൻസും അല്ല. സോ
നമ്മുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഔട്ട്സൈഡ് ദി കിച്ചൺ. അപ്പം അത് സീക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു റൈറ്ററി വർക്ക് ചെയ്യുന്നത്. So this is all about the story where we can see the woman's isolation in the kitchen of in the corner of this kitchen, which is placed in a very dark and an isolated place in a very big house. That is another kind of thing, that in a big house we can see a kitchen which is in the corner of that house. So if you need any notes regarding this particular story, you can send an email which is in the description box. And please don't forget to like, share and subscribe, and share your suggestions. And you can share your reviews, or you can share your suggestions in the comment box, and I'll read it. I'll definitely read it. And see you with another episode. So study hard. See you all.